7 ദിവസം കൊണ്ട് നിങ്ങളുടെ സ്റ്റുഡൻസ് ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തട്ടെ. അതിനുള്ള ഒരു മാർഗ്ഗമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനു മുമ്പായി നിങ്ങളിപ്പോൾ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് ഞാൻ പറയട്ടെ. പഠിക്കണം എന്നൊക്കെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും പഠിക്കാൻ ബുക്ക് കയ്യിലെടുക്കുമ്പോൾ മടി തോന്നുന്ന ഒരു ദുശീലം നിങ്ങൾക്കില്ലേ? ഇത്തരം ദുശീലങ്ങളുള്ളവരാണെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് എങ്ങനെ സ്മാർട്ടായിട്ട് മാക്സിമം ടൈം പഠിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് 7 ദിവസം ചെയ്യേണ്ട കാര്യമാണ്. ഇത് 7 ദിവസം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് എന്തായാലും ശീലമായിട്ട് മാറിക്കോളൂ. പിന്നെ നിങ്ങൾ അതിൽ നിന്ന് പുറകിലേക്ക് വരില്ല. അപ്പോൾ നിങ്ങൾ ഇന്ന് തൊട്ട് ചെയ്യേണ്ട കാര്യം, ഇന്ന് നിങ്ങളൊരു അരമണിക്കൂർ ഒരു ടൈം ടേബിൾ പഠിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് അരമണിക്കൂർ ഒന്ന് സ്റ്റോപ്പ് വാച്ച് ഫോണിൽ ഓണാക്കി വയ്ക്കുക. ആ ഒരു 30 മിനിറ്റ് നിങ്ങൾക്ക് പറ്റുന്ന അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒരു റൗണ്ടെങ്കിലും ഒന്ന് വായിച്ചു നോക്കുക. ആ 30 മിനിറ്റ് നിങ്ങൾ ഒരു കാരണവശാലും ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. ബുക്ക് മാത്രം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവാൻ പാടുള്ളൂ. പരമാവധി നിങ്ങൾ ആ സ്റ്റോപ്പ് വാച്ച് സ്റ്റോപ്പ് ആവുന്നിടം വരെ, അതായത് ആ 30 മിനിറ്റ് വരെയും പരമാവധി വായിക്കുക. രണ്ടാമത്തെ ദിവസം ചെയ്യേണ്ടത്, ഈ അരമണിക്കൂർ കൂടാതെ വീണ്ടും ഒരു അരമണിക്കൂറും കൂടി ഇടയ്ക്കൊരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്ത ശേഷം അടുത്ത അരമണിക്കൂറും കൂടി ജസ്റ്റ് ഒന്ന് വായിച്ചുകൊണ്ടിരിക്കുക. അതായത് നിങ്ങളുടെ നോട്ട്ബുക്ക് നന്നായിട്ട് വായിക്കുക. അപ്പോൾ എത്ര സമയമായി? അതായത് 2 അരമണിക്കൂറിൻ്റെ ഇടവേളയാകുമ്പോൾ നിങ്ങൾക്ക് 1 മണിക്കൂറാണ് നിങ്ങൾ പഠിക്കുന്നത്. മൂന്നാമത്തെ ദിവസം നിങ്ങൾ ഒരു അരമണിക്കൂറിൽ 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. അടുത്ത അരമണിക്കൂറിൽ വീണ്ടും 5 മിനിറ്റ് എടുക്കുക. വീണ്ടും അരമണിക്കൂർ കൂടി പഠിക്കുക. അപ്പോൾ നിങ്ങൾ ടോട്ടൽ പഠിക്കുന്നത് 1.5 മണിക്കൂറാണ്. നാലാമത്തെ ദിവസം ഈ 1.5 മണിക്കൂറിനോട് കൂടി നിങ്ങൾ വീണ്ടും അരമണിക്കൂറും കൂടെ പഠിക്കാനെടുക്കുക. അപ്പോൾ ടോട്ടൽ നിങ്ങൾ 2 മണിക്കൂർ പഠിച്ചു കഴിയും. ഇതേ കാര്യം നിങ്ങൾ 5-ാമത്തെ ദിവസം തൊട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. അതായത് രാവിലെ നിങ്ങൾ 2 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞു. ഇനി 5-ാമത്തെ ദിവസം തൊട്ട് രാത്രിയിൽ അരമണിക്കൂർ പഠിക്കുക. അപ്പോൾ നിങ്ങൾ അന്നത്തെ ദിവസം ടോട്ടൽ പഠിച്ചിട്ടുള്ളത് 2.5 മണിക്കൂറാണ്. അടുത്തത് 6-ാമത്തെ ദിവസം ഈ രാത്രിയിലത്തെ അരമണിക്കൂറിൻ്റെ കൂടെ വീണ്ടും അരമണിക്കൂർ കൂടി പഠിക്കുക. അപ്പോൾ നിങ്ങൾ ഏകദേശം 3 മണിക്കൂറാണ് ഒരു ദിവസം പഠിക്കുന്നത്. 7-ാമത്തെ ദിവസം വീണ്ടും അരമണിക്കൂർ കൂടി പഠിക്കുക. അപ്പോൾ 3 മണിക്കൂറിൻ്റെ കൂടെ അരമണിക്കൂർ എന്നിട്ട് 3.5 മണിക്കൂറാണ് നിങ്ങൾ ഒരു ദിവസം പഠിക്കുന്നത്. അതായത് 7-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും നിങ്ങൾ 3.5 മണിക്കൂർ പഠിക്കാനായിട്ട് മാറ്റി വയ്ക്കും. ഇനി ഓൾറെഡി നിങ്ങൾ ഇത്രയും സമയം പഠിക്കുന്നവരാണ്, ഇനിയും നിങ്ങൾക്ക് സമയം ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ എത്ര മണിക്കൂർ പഠിക്കുന്നോ അതോടൊപ്പം വീണ്ടും അരമണിക്കൂർ ഡെയിലി കൂട്ടിക്കൊണ്ട് വരിക. നമുക്ക് ഒരു ദിവസം പെട്ടെന്ന് ഇരുന്ന് ഒരു 2-3 മണിക്കൂറൊക്കെ പഠിക്കുന്നതാണ് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. പക്ഷേ ഓരോ ദിവസവും ഇത് പതിയെ കൂട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ നമുക്ക് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ട് തോന്നത്തില്ല, മടിയൊന്നും തോന്നത്തില്ല. അത് നമ്മുടെ ശീലമായിട്ട് വരും. ഇപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ താല്പര്യമില്ലാത്ത ഒരാൾ ആദ്യത്തെ ദിവസം കുറച്ച് ഫുഡ് കഴിച്ചു, നെക്സ്റ്റ് ഡേ ഒരു കുറച്ചുകൂടെ അളവ് കൂട്ടി, 3-ാമത്തെ ദിവസം വീണ്ടും കുറച്ച് അളവ് കൂട്ടി, അങ്ങനെ വരുമ്പോഴത്തേക്കും കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി കൂടി വരും. അപ്പോൾ കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും, വയറ് നിറഞ്ഞൊന്നൊരു ഫീൽ ഉണ്ടാകത്തില്ല. അതേപോലെയുള്ളൂ ബ്രെയിനെ നമ്മൾ പതിയെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിൻ ആ പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ തയ്യാറാക്കിയെടുക്കും. പലരും ട്രൈ ചെയ്തിട്ടുള്ള രീതിയാണ്, ഞാനും പേഴ്സണലി ട്രൈ ചെയ്തിട്ടുള്ള രീതിയാണ് ഓരോ ദിവസവും പഠിക്കുന്ന ടൈം കൂട്ടി കൊണ്ടുവരിക എന്നുള്ളത്. ഒറ്റയടിക്ക് കൂട്ടുന്നതിനേക്കാളും നല്ലതാണ് പതിയെ കൂട്ടിക്കൊണ്ട് വരുന്നത്. 7 ദിവസം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 3.5 മണിക്കൂറോ 4-5 മണിക്കൂറൊക്കെ പഠിക്കാൻ കഴിയുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുന്നതാണ്. ഉറപ്പായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.